ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ UN-ൽ പ്രമേയം ഫലസ്തീന്റെ പ്രതിനിധിയാണ് അവതരിപ്പിച്ചത്. 124 രാജ്യങ്ങൾ ഇതിനെ പിന്തുണച്ചു. 14 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്ത്യ അടക്കം 43 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇത് അസാധാരണമായിരിക്കുന്ന ഒരു പ്രമേയമാണ് UN സഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അധിനിവേശം അവസാനിപ്പിക്കണം. ഒരു വർഷത്തിനിടെ അതുണ്ടാവുകയും വേണം. ഇതാണ് പ്രമേയം. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ വരാൻ പോകുന്ന സ്ഥിതിവിശേഷം, ഇത് എത്രത്തോളം ഫലസ്തീന് ഗുണം ചെയ്യും എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധിനിവേശം യുദ്ധത്തേക്കാൾ കഠിനവും ഭയാനകരവുമാണ്. എന്താണ് അധിനിവേശം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പാലസ്തീന്റെ ദേശത്തേക്ക് ഇസ്രായേലിന്റെ അധിനിവേശം ഉണ്ടാവുക. ഇസ്രായേലിന്റെ ആളുകൾ വന്നുകൊണ്ട് അവിടെ പുതിയ വീടുണ്ടാക്കുന്നു, അതവരുടെ സ്ഥിരപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ പാലസ്തീനികളെ വീട്ടിൽ നിന്ന് അവരെ ആട്ടിപ്പായിപ്പിക്കുന്നു. അവിടെ കയറിക്കൊണ്ട് അവർ താമസമുറപ്പിക്കുന്നു. സുരക്ഷാ സംവിധാനത്തിനു വേണ്ടി വരുന്ന ജൂത വിഭാഗത്തിന്റെ കയ്യിൽ ഇസ്രായേൽ സൈന്യം ആയുധം നൽകുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിത താവളം സംവിധാനങ്ങളും തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്നു. ഈ തരത്തിലുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ പാലസ്തീന്റെ ഭാഗത്ത് ഇസ്രായേൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്താണ് കൂടുതലായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഗസയുടെ ഭാഗത്തും ഉണ്ട്, പക്ഷെ കുറവാണ്. ഗസ എന്ന് വെച്ചാൽ ഇടുങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം ഒരു 40-43 കിലോമീറ്റർ വൈദൂരമാണ് അതിന് മൊത്തത്തിൽ പറയുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ ഒരു ജനാവലി, 12 ലക്ഷം അതിനോട് സാമ്യമായിരിക്കുന്ന ജനാവലി അവിടെ താമസിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇവർ അധിനിവേശം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഗസ മുനമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അധിനിവേശം വളരെ കുറവാണ്. കാരണം ഒറ്റപ്പെട്ട വീടുകളല്ല, അവിടെ കൂടുതലും ഫ്ലാറ്റുകളാണ്. ഫ്ലാറ്റുകളുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഗസയുടെ ഭാഗങ്ങളുണ്ട്. കുറച്ചും കൂടി വിശാലമായിരിക്കുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്നതിനാൽ വെസ്റ്റ് ബാങ്കിന്റെ ഭൂപ്രദേശം ഒരുപാട് കൃഷിയോഗ്യമായിരിക്കുന്ന ഭാഗമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ ഇടിച്ചു കയറുന്നു. ജൂത വിഭാഗങ്ങൾ തന്നെ കയറിക്കൊണ്ട് അവിടെ അധിനിവേശം സ്ഥാപിക്കുന്നു. ആ പ്രദേശം അവിടേതാണ് പറയുന്നു. അതിന് സർക്കാർ സുരക്ഷിതത്വം നൽകുന്നു. അങ്ങനെ വരുന്നതായിട്ട് ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി. ഇതിന് ഒരുപാട് ഘട്ടങ്ങളിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ UN സഭയിൽ പ്രമേയം പല രാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് ഇത്തരമൊരു പ്രമേയം UN സഭയിൽ വന്നു എന്നുള്ളത് അവിടെ ഈ നിലപാട് ഭാവിയിൽ ഇസ്രായേൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറമായ രീതിയിൽ ഈ ഒരു പ്രമേയത്തെ 124 രാജ്യങ്ങൾ പിന്തുണച്ചു എന്നുള്ളത് വളരെ ഗൗരവകരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒക്ടോബർ 7-ാം തീയതിയുള്ള യുദ്ധം 11 മാസം ഏകദേശം പൂർത്തിയാവാൻ പോവുകയാണ്. അപ്പോൾ ഒരു വർഷത്തിലേക്ക് എത്തുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു അതിജീവനമോ അല്ലെങ്കിൽ ഒരു വിജയ മുന്നേറ്റമോ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. 41,000-ത്തിലധികം ആളുകളെങ്കിലും ഗസയുടെ ഭാഗങ്ങളിൽ മരണപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത്. ഒരുപക്ഷെ അതിനേക്കാണ് സംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. 94,000-ത്തിലധികം പാലസ്തീനികൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിലും കൂടാൻ സാധ്യതയുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും മരുന്നില്ലായ്മയും കുടിവെള്ളവും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രയാസം, വലിയൊരു ജനാവലി അനുഭവിക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി യഥാർത്ഥത്തിൽ ഗസ മാറിയിരിക്കുന്നു. വലിയ ചർച്ചകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അഭിപ്രായങ്ങളും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പല ഭരണാധികാരികളും ശക്തമായിരിക്കുന്ന നടപടി വേണം ഇസ്രായേലിനെതിരെ എന്നുള്ള അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തെ സമാധാനം കൊണ്ട് ഒരു പക്ഷേ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ യുദ്ധത്തിന് പകരം യുദ്ധം എന്നൊരു രീതി പിന്തുടരാൻ പല രാജ്യങ്ങളും തയ്യാറാകാത്തത് കൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 100% എല്ലാ കാര്യത്തിലും അമേരിക്ക പിന്തുണക്കുന്നു എന്നതിനാൽ അവരങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 43 രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. അതിൽ 14 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്ത് അമേരിക്കയുണ്ട്, ഇസ്രായേലുണ്ട്, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ സംസ്കാരവും അവരുടെ രീതികളും ഇപ്പോഴും 100% ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് 14 രാജ്യങ്ങളുടെ എതിർപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാര കാര്യങ്ങൾ, അതായത് ശാന്തമായിരിക്കുന്ന ഒരു പരിഹാരം ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചില യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്
മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇരട്ട രാഷ്ട്രമല്ലാതെ മറ്റൊരു പോംവഴികളുമില്ല. ദ്വരാഷ്ട്ര സ്വാതന്ത്ര്യ പ്രഖ്യാപനമല്ലാത്ത മറ്റൊരു പോംവഴികളും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് പോലും പറയാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ഇസ്രായേൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ UN സഭയിൽ അത് പ്രമേയം പാസ്സാവുകയാണെങ്കിൽ അമേരിക്ക വീറ്റോ പ്രയോഗിച്ച് അത് തടയും എന്നുള്ളതും സത്യമാണ്. അങ്ങനത്തെ അനീതിപരമായിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രീതികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പ്രമേയം വരുന്നത്, വലിയ രീതിയിൽ ചർച്ച വരുന്നത്. ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ പ്രമേയത്തോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പ്രമേയം അവിടെ അവതരിപ്പിച്ചത് ലെബനാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ശാശ്വതമായിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്തിൽ നിന്ന് രണ്ട് രാജ്യവും പിന്മാറണം എന്നുള്ളതാണ് ഈ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ട് പറയപ്പെട്ട രീതികൾ പറയുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെബനാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ ലെബനാൻ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം. അപ്പോൾ വലിയൊരു യുദ്ധമുഖം രാജ്യവും തമ്മിൽ തുറക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് UN സഭയിൽ അഭിപ്രായം വന്നു. അപ്പോൾ പാലസ്തീനും ഗസയും ഇസ്രായേലും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും കാര്യമായിട്ട് അവിടെ വന്നിട്ടില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇത് രണ്ടും അവസാനിക്കാത്തൊരു യുദ്ധമാണ്. ഇതൊരു സമാധാന വിഷയത്തിലൂടെ അവസാനിക്കാത്തതാണ്. അങ്ങനെ ഒരു മേഖലാ യുദ്ധമായിട്ട് മാറുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ട് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ലെബനാൻ എന്തിനു യുദ്ധം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പാലസ്തീന് പിന്തുണയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അത് ഹൂത്തി വിഭാഗവും അങ്ങനെ തന്നെയാണ്, പാലസ്തീന് പിന്തുണയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഈ ഇറാന്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഏറെക്കുറെ ഇറാന്റെ നിലപാടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തുടർച്ചയായ രീതിയിൽ യുദ്ധവിരാമത്തെക്കുറിച്ചിട്ട് ഇറാനോട് ജോർദാന്റെ വിദേശകാര്യമന്ത്രി സമാധാന ശ്രമവുമായിട്ട് വന്ന് ചർച്ച നടത്തിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഇറാൻ സഹകരിക്കണം എന്ന തരത്തിൽ ഒരു അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം അത് ഉയർന്നു വന്നത്. അമേരിക്കയാണ് ജോർദാന്റെ വിദേശകാര്യമന്ത്രിയെ 3 പ്രാവശ്യമെങ്കിലും ഇറാനിലേക്ക് അയച്ചിട്ട് അവരുമായി ബന്ധപ്പെട്ട് യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. അതിന് ഇറാൻ പറഞ്ഞ ഒറ്റ നിർദ്ദേശം മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. യുദ്ധവിരാമം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, തങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യണം? പാലസ്തീനുമായിട്ടുള്ള അക്രമ രീതി ഇസ്രായേൽ അവസാനിപ്പിക്കണം. എന്ന് വെച്ചാൽ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. ഒരൊറ്റ നിലപാട്, ഒരൊറ്റ സമീപനം, ഒരൊറ്റ പ്രഖ്യാപനം. ഇതിലൂന്നിയിരിക്കുന്ന ഒരു മറുപടിയാണ് ജോർദാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്ക നൽകിയത്. അമേരിക്ക ഈ നിലപാട് ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പ്രാദേശിക റിപ്പോർട്ടുകളാണ്, ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടൊന്നും അതിനോടനുബന്ധിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിനൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ കരാർ വ്യവസ്ഥ പാലിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി. രണ്ടാമത് വീണ്ടും ഈ ജോർദാന്റെ വിദേശകാര്യമന്ത്രി പോയി മൂന്നാമതും പോയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരു യുദ്ധ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും വിജയിക്കണം എല്ലാ കാലത്തും എന്നുള്ള നിലപാടും, അതോടൊപ്പം തന്നെ മുസ്ലിം രാജ്യമാണ് ഇസ്രായേലിനെതിരെ ശത്രുപക്ഷത്ത് നിന്ന് ആക്രമിക്കുന്നത് എങ്കിൽ അവരെ പരാജയപ്പെടുത്തണം എന്നുള്ള ഇസ്രായേലിന്റെ നിലപാടിനെ ഏറെക്കുറെ അമേരിക്ക ശരിവെക്കുകയാണ്. അപ്പോൾ അമേരിക്ക ശരിവെക്കുന്നത് എങ്ങനെയാണ്? വെറുതെ ഒരു വാചകം കൊണ്ടോ ഒരു പ്രയോഗം കൊണ്ടോ അല്ല ശരിവെക്കുന്നത്. പകരം അവർ ശരിവെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആയുധപരമായും സൈനികപരമായും സാമ്പത്തികപരമായും എല്ലാ രീതിയിലും സഹായിക്കുന്നു. ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആയുധവും സാമഗ്രികളും സംവിധാനങ്ങളും മെഡിറ്ററേനിയൻ കടലിലേക്കും ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശത്തേക്കും ആദ്യം തന്നെ പറന്നെത്തിയത് അമേരിക്കയുടേതാണ്. അമേരിക്ക അതിന് ഏതു തരത്തിലുള്ള അക്രമ രീതികൾ ഇറാന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന ഏതെങ്കിലും പ്രോക്സി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇസ്രായേലുമായിട്ട് പല കുറി ഈ അമേരിക്ക തന്നെ ഉടക്കിയിരുന്നു. ആ ഉടക്കിയതൊക്കെ നാടകമാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ വരുന്നു എന്ന തരത്തിൽ. അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന സഹായം എല്ലാ കാലത്തും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന വിഭാഗങ്ങൾ, യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ടായി എന്നതിനാലാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലൊക്കെ വലിയ രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടി ഇസ്രായേലിന് ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് യുദ്ധം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയോട്
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പാലസ്തീനെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശം, സ്വാതന്ത്ര്യം തരണമെന്നുള്ളതാണ്. ഞങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം നടത്തിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നിങ്ങൾ നൽകണം എന്നുള്ളതാണ് പറഞ്ഞത്. ഏറെക്കുറെ അനുവാദം നൽകിയതായിരിക്കുന്ന വിവരമാണെന്നൊക്കെ പുറത്തു വന്നത്. പിന്നീട് യുദ്ധത്തിൻ്റെ കാഠിന്യം രീതികളൊക്കെ നമുക്കറിയാം. ശത്രുവിനെ കാണാത്ത രീതിയിലുള്ളൊരു യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഹമാസ് ഒളിഞ്ഞു നിന്നിട്ടാണ് ആക്രമിക്കുന്നത്. ഒളിപ്പോർ യുദ്ധവും ഇസ്രായേലിൻ്റെ സൈന്യവും തമ്മിൽ വല്ലാത്ത രീതിയിൽ പൊരുത്തപ്പെടില്ല എന്നതിനാൽ വലിയ അക്രമ രീതികൾ അവിടെ നടത്തുന്നു. വലിയ രീതിയിലുള്ള അപകട കാര്യങ്ങളൊക്കെ പല സമയത്തും ഇസ്രായേൽ സൈനികർക്ക് നേരെ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിവരം ഇസ്രായേലിൻ്റെ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അധിനിവേശമാണ് ഏറ്റവും വലിയ ദുരന്തവും വലിയ വിഷയങ്ങളും പാലസ്തീൻ എല്ലാ കാലത്തും ഉണ്ടായത്. അവരുടെ രാജ്യത്ത് അവർ രാജ്യമല്ലാത്ത രീതിയിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കുന്ന ഒരു രീതി, രാജ്യത്തിൻ്റെ അകത്ത് അഭയാർത്ഥികളായി ജീവിക്കേണ്ട ഒരു ഗതികേടുള്ള ലോകത്തിലെ ഏക രാജ്യത്തിൻ്റെ പേര് ഫലസ്തീൻ എന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ അധിനിവേശമാണ്. ഈ അധിനിവേശത്തിനെതിരെയാണ് ഈ UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ഒക്കെ വലിയ രീതിയിലുള്ള വിധി പ്രസ്താവനകളും നിലപാടുകളൊക്കെ ഇസ്രായേലിനെതിരെ ഉണ്ടാവുന്നതിനിടയിൽ ഇപ്പോൾ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.